ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ഇവിടെ വായിച്ചത് യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ്. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവം യിരെമ്യാ പ്രവാചകനോട് സംസാരിക്കുകയാണ്. യിരെമ്യാ പ്രവാചകനോട് പറയുന്നു, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മെ കാണുന്ന ഒരു ദൈവം, നമ്മെ മറ്റാരും അറിയുന്നതിന് മുമ്പേ, ഈ ലോകത്തിലെ അപ്പനും അമ്മയും കാണുന്നതിന് മുമ്പേ, അപ്പനും അമ്മയും അറിയുന്നതിന് മുമ്പേ നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവം ഈ ലോകത്തിലെ ആരും അറിയുന്നതിന് മുമ്പേ നമ്മെ കണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ യിരെമ്യാ പ്രവാചകനോട് ദൈവം 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ ദൈവം തൻ്റെ പ്രവാചകനോട് പറയുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഈ 3 കാര്യങ്ങൾ ഒരു ദൈവ പൈതലിനോട് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങളാണ്. ഉരുവാക്കിയതിനു മുമ്പേ നമ്മെ അറിഞ്ഞ ഒരു ദൈവം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തു. നമ്മെ മുൻ നിയമിച്ച ഒരു ദൈവം, നമ്മെ അറിഞ്ഞ ഒരു ദൈവം, ഈ ലോകത്തിലെ ആരും അറിയുന്നതിനു മുമ്പേ നമ്മെ കണ്ട ഒരു ദൈവം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ ദൈവത്തെ ആയിരിക്കണം നാം മുറുകെ പിടിക്കേണ്ടത്. ആ ദൈവത്തിനു വേണ്ടി ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. ആ ദൈവത്തിനു വേണ്ടി ആയിരിക്കണം ഈ ഭൂമിയിൽ നാം നടക്കേണ്ടത്. ആ ദൈവത്തിലേക്കായിരിക്കണം നമ്മുടെ കണ്ണുകളെ നാം ഉയർത്തേണ്ടത്. എന്തിനു വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തു, എന്തിനു വേണ്ടി നമ്മെ കണ്ടു, എന്തിനു വേണ്ടി നമ്മെ നിയമിച്ചു എന്നുള്ളത് നാം ആ അപ്പനിൽ നിന്ന് അറിയുന്നവരായി തീരണം. അവൻ്റെ പാദപീഠത്തിൽ നാം താണിരുന്നിട്ട് ആ ദൈവത്തോട് നാം ചോദിക്കുവാൻ ഇടയായി തീരണം. കർത്താവെ, എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നീ എന്നെ നിയമിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നീ എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നീ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഒന്ന് ചോദിക്കുവാനുള്ള ആ കൃപ നാം ഏറ്റെടുക്കുന്നവരായി തീരണം. ഇവിടെ പ്രവാചകനോട് ദൈവം പറയാണ്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാ പ്രവാചകനെ ദൈവം നിയമിച്ചത് ജാതികൾക്ക് പ്രവാചകനാക്കിയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, എന്നെയും നിന്നെയും തിരഞ്ഞെടുത്ത് ഓരോ രാജ്യങ്ങളിൽ, ഓരോ ദേശങ്ങളിൽ ദൈവം നട്ടിരിക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ദൈവം നമ്മെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നട്ടിരിക്കുന്നത്. നമ്മെ എന്തിനു വേണ്ടിയോ നിയമിച്ചു വെച്ചിട്ടാണ് നമ്മെ ഈ രാജ്യത്താക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നാം ആയിത്തീരുവാൻ വേണ്ടി ദൈവസന്നിധി നാം സമർപ്പിക്കപ്പെടുന്നവരായി തീരണം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്.
13 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രിയ ദൈവത്തിൻ്റെ നന്മ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെ, നമ്മുടെ ഈ ഒന്നുമില്ലാത്ത അവസ്ഥകളിലൂടെ നാം ആയിരുന്നപ്പോൾ, പിണ്ണാകാരമായിരുന്നപ്പോൾ നമ്മെ കണ്ടവനായ ഒരു ദൈവം, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ, ഈ ലോകത്തിലെ ആരും കാണുന്നതിന് മുമ്പേ, അസ്ഥികൾ ഉരുവാകുന്നതിന് മുമ്പേ, നാം പിണ്ണാകാരമായിരുന്നപ്പോൾ സൃഷ്ടികർത്താവായ ദൈവം നമ്മെ കണ്ടു. ഇരമ്യാവിനോട് പറയാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ നിയമിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുകയാണെന്ന് ആമേൻ പ്രവാചകനോട് ദൈവം പറയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ് നമ്മെ ദൈവം ഈ ലോകത്തിൽ ജനിപ്പിച്ചിരിക്കുന്നത്, നമ്മെ നിയമിച്ചാക്കിയിരിക്കുകയാണ്. ജാതികളുടെ മേൽ അധികാരമുള്ളവനായിട്ട് നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൽ നാം ആശ്രയിക്കുന്നവരായിത്തീരണം, ദൈവത്തെ നാം മുറുകെ പിടിക്കുന്നവരായിത്തീരണം. സങ്കീർത്തനക്കാരൻ 71 സങ്കീർത്തനത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിലൊക്കെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്: യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, സങ്കീർത്തനക്കാരൻ പറയുന്നതൊന്ന് ഓർത്ത് നോക്കിക്കേ. സങ്കീർത്തനക്കാരൻ പറയാണ്, ബാല്യം മുതൽ നീയാണ് എൻ്റെ ആശ്രയം, ഗർഭം മുതൽ എന്നെ താങ്ങിയിരിക്കുന്നത് നീയാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നാം കടന്നു പോകുന്ന അവസ്ഥകളുടെ മധ്യത്തിൽ നമ്മെ ആരും കാണുന്നില്ലെന്ന് നാം വിചാരിക്കുമ്പോഴും, നമ്മെ ആരും അറിയുന്നില്ലല്ലോ എന്ന് നാം വിചാരിക്കുമ്പോഴും, നമ്മെ അറിയുന്നതായ, നമ്മെ കാണുന്നതായ, നമ്മെ താങ്ങി നടത്തുന്നതായ, നമ്മെ ഓരോ നിമിഷവും ഉള്ളംകരങ്ങൾ വരച്ചിരിക്കുന്നതായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മെ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആ കർത്താവിൽ നിന്നായിരിക്കണം നമ്മുടെ ആശ്രയം മുഴുവൻ. ഈ ഭൂമിയിലെ ആരിലെല്ലാം നാം ആശ്രയം വെച്ചാലും അതെല്ലാം വ്യർത്ഥമായി പോകും. നാം ചിലപ്പോൾ വിചാരിക്കും, ഇവരെന്നെ സഹായിക്കുമല്ലോ, ഇവരെന്നെ നിർത്തിക്കൊള്ളുമല്ലോ, ഇവരെന്നെ നോക്കിക്കൊള്ളുമല്ലോ എന്നൊക്കെ നാം വിചാരിക്കും. എന്നാൽ പ്രതികൂലത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ എല്ലാവരും നിന്നെ വിട്ടകന്നു പോകും. എന്നാൽ നിന്നെ വിട്ടകന്നു പോകാത്ത, നിന്നെ മാറോടണച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയതാണെന്ന് നാം രുചിച്ചറിയുവാൻ ഇടയായിത്തീരണം. ഇവിടെ ആമേൻ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, നീ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി നിന്നെ നിയമിച്ചിരിക്കുന്നു. നാം ആ 1-ാം അധ്യായത്തിൽ, യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ ആ താഴോട്ട് വരുമ്പോൾ നമുക്കൊരു വാക്യം കാണുവാനായിട്ട് കഴിയും. 1-18 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പു തൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു. അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കതില്ല താനും. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ആരെല്ലാം നമുക്കെതിരായി വന്നാലും,
ആരെല്ലാം നമുക്ക് എതിരായി പ്രവർത്തിച്ചെന്ന് വന്നാലും ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമ്മോടവർ യുദ്ധം ചെയ്താലും അവർ ജയിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മെ രക്ഷിപ്പാൻ, നമ്മെ സഹായിപ്പാൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇവിടെ പറയാണ്, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ഭൂമിയിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ്. ഇവിടെ യിരെമ്യാ പ്രവാചകനോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ അവർക്ക് ഹല്ലേലൂയ ആ ദേശത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവർക്കെതിരായിട്ട് ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പു തൂണും താമ്ര മതിലുമാക്കിയിരിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇരുമ്പു തൂണെന്നൊക്കെ പറയുമ്പോൾ എത്ര ഇടി കൊണ്ടാലും, എത്ര അടി കൊണ്ടാലും, എത്ര പള്ളു പറയുന്നെന്ന് പറഞ്ഞാലും അതൊന്നും ഇരുമ്പു തൂണിന് ഏൽക്കത്തില്ല. ദൈവത്തിൻ്റെ ജനമേ, ഹല്ലേലൂയ. നമ്മെ താമ്ര മതിലാക്കിയ ദൈവം നിർത്തിയിരിക്കുന്നത്. ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വേറി വരുമ്പോൾ, ചിലരുടെ വാക്കുകളുടെ മുൻപിൽ നീ പതറിപ്പോകുമെന്ന് നിനക്ക് തോന്നിയാലും നിന്നെ ദൈവമാക്കിയിരിക്കുന്നത് താമ്ര മതിൽ പോലെയും ഇരുമ്പു തൂണ് പോലെയും ഉറപ്പുള്ള പട്ടണം പോലെയാണെങ്കിൽ നീ ഒരിക്കലും അവിടെ താണു പോകത്തില്ല, നീ പരിഭ്രമിച്ചു പോകത്തില്ല, നീ ചുരുണ്ടു പോകത്തില്ല, നീ നിരാശപ്പെട്ടു പോകത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നിന്നെ ആക്കിയിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ദൈവം നിൻ്റെ കൂടെയുണ്ട്. നീ പരിഭ്രമിച്ചു പോകത്തില്ല. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവൻ നിന്നെ അറിഞ്ഞിരിക്കുകയാണ്, അവൻ നിന്നെ മെനഞ്ഞിരിക്കുകയാണ്, അവൻ നിന്നെ കണ്ടിരിക്കുകയാണ്, അവൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുകയാണ്, നിന്നെ പ്രവാചകനാക്കി പ്രവാചകിയാക്കി അവൻ നിർത്തിയിരിക്കുകയാണ്, നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പെട്ടു പോകരുത്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 പറയാണ്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദാസനായ അപ്പോസ്തലൻ പൗലോസ് പറയാണ്, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ഒരു ദൈവമുണ്ട്, കൃപയാൽ വിളിച്ച ഒരു ദൈവമുണ്ട്, എന്നെക്കുറിച്ചൊരു ഉദ്ദേശം ആ ദൈവത്തിനുണ്ട്. ജാതികളുടെ ഇടയിൽ ഞാൻ അവനെക്കുറിച്ച് പറയണം, അവൻ്റെ സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കണമെന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഒരു പദ്ധതി ഇല്ലാതെ നമ്മെ ദൈവം വിളിച്ചിട്ടില്ല. ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്, ആക്കിയിരിക്കുന്നത്. ആ ഉദ്ദേശം നാം മനസ്സിലാക്കുന്നവരായിത്തീരണം. ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നാം ഉറച്ചു നിൽക്കുവാൻ ശക്തരായിത്തീരണം. വചനത്തിൻ്റെ ശക്തി നാം ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നാം ഏറ്റെടുക്കണം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളുടെ പ്രവാചകൻ കടന്നു പോയിട്ടുണ്ടെന്നറിയാമോ? എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒന്നും താൻ നിരാശപ്പെട്ടു പോയില്ല. തന്നെ ആമത്തിലിട്ടു, തന്നെ ചെളിക്കുഴിയിലിട്ടു, തന്നെ എന്തെല്ലാം അവരുടെ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചെടുക്കേണ്ടതിന് വേണ്ടി പല പല ഉപായങ്ങൾ പ്രയോഗിച്ചു നോക്കി. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവം പ്രവാചകനോട് ആദ്യം തന്നെ പറഞ്ഞു, നിന്നെ ഞാൻ ഇരുമ്പു തൂണാക്കി താമ്ര മതിലാക്കി ഉറപ്പുള്ള പട്ടണമാക്കിയാണ് ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും തോറ്റുപോകുകയില്ല. നാം ഭയപ്പെട്ടു പോകരുത്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ദൈവവചനം നാം മുറുകെ പിടിക്കുന്നവരായിത്തീരണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ പാതയ്ക്ക് പ്രകാശമായിരിക്കണം, നമ്മുടെ കാലുകൾക്ക് ദീപമായിരിക്കണം. ആ വചനം നാം ഏറ്റെടുത്തുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം നിർവഹിക്കുവാൻ തയ്യാറായിത്തീർന്നാൽ ദൈവപ്രവൃത്തി ദേശത്ത് രാജ്യങ്ങളിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതുകൊണ്ട് ആ ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം.
കർത്താവ് നമ്മെ നിയമിച്ചാക്കിയിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ നാം ഓരോ ദിവസവും നിൽക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും, അത് നിശ്ചയമാണ്. അതുകൊണ്ട് ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം, കർത്താവിനായി നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ നല്ല പിതാവേ, കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുപ്പച്ചൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.